ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ. സ്വർഗത്തിനൊരു സ്പെഷ്യൽ കവാടമുണ്ട്, അതിൻ്റെ പേരാണ് റയ്യാൻ. അവിടെ നിന്ന് മലക്കുകൾ വിളിക്കുന്നു. അതിനെ സായിമുൻ, ആരാണ് വിശപ്പ് സഹിച്ചവർ, ആരാണ് അള്ളാഹുവിന് വേണ്ടി സുഖഭോഗങ്ങൾ ഒഴിവാക്കിയവർ. ഈ നോമ്പുകാരായ നമ്മ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചോളണേ, രണ്ട് പാർട്ടിക്കാർ അവിടെ വന്നിട്ട് നമ്മുടെ പ്രവേശനം തടയും. പടച്ചവനെ, ഇവരെ കയറ്റിവിടാൻ പാടില്ല, ഞങ്ങൾ 1000 കൊല്ലം കൂടുതൽ ഇവിടെ ഇബാദത്തെടുത്തവരാ ഒരു പാർട്ടി. രണ്ടാമത്തെ പാർട്ടി, ഞങ്ങൾ 100 കൊല്ലത്തിൻ്റെ മുകളിൽ ഇവിടെ നിന്നെ അനുസരിച്ചവരാണ്. ഇവർ 60-65 കൊല്ലം മാത്രം ജീവിച്ചവരാണ്. ഇവരെ കടത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പ്രവേശനം തരണം റബ്ബേ എന്ന് രണ്ട് വിഭാഗങ്ങൾ അവിടെ ആവലാതി പറയുമ്പോൾ, പരാതി ബോധിപ്പിക്കുമ്പോൾ, അള്ളാഹു അവരുടെ പരാതിയുടെ മൊനയൊടിക്കുന്നത് പരിശുദ്ധ റമളാൻ. ഹദീസിലേക്ക് കിടക്കുകയാണ്. നബിത്തങ്ങൾ ഒരിക്കൽ വിശാലമായിട്ട് സഹാബത്തിന് ഇത് വിശദീകരിച്ചു കൊടുത്തു. ഒരു മുതലാളി, ഞാൻ ചുരുങ്ങി അതിൻ്റെ വാക്കുകൾ പറയാണ്. ഒരു മുതലാളി, ഉറങ്ങല്ലേ കേട്ടോ, സമയമില്ല, ഉറങ്ങല്ലേ. ഒരു മുതലാളി രാവിലെ തന്നെ ഒരു വിഭാഗം തൊഴിലാളികളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന ജോലി ചെയ്യാനുണ്ട്, നിങ്ങളത് ചെയ്ത് തീർക്കണം, നിങ്ങൾക്ക് ഞാൻ ഇന്ന കൂലി തരാം. ഓക്കെ, സമ്മതിച്ചു. നബിത്തങ്ങൾ പറയാണ്, ളുഹറിൻ്റെ ടൈം വരെ പണിയെടുത്തു. ളുഹറായി ഇപ്പം പറയുന്നു, ഞങ്ങൾക്ക് ജോലിയെടുക്കാൻ മനസ്സില്ല മുതലാളി, നിങ്ങൾ തരാന്ന് പറഞ്ഞ കൂലി ഞങ്ങൾക്ക് വേണ്ട. വല ഹാജത്തലന അല്ലത്തി ശുരിത്തലന വഅമലുന ബാത്തിലുൻ നബിയുനാ റസൂലുള്ളാഹി. ജോലി എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, കൂലിയും വേണ്ട. മുതലാളി പറഞ്ഞു, എന്നാ പോയിക്കോ, അവൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ പാർട്ടിയെ മുതലാളി പിരിച്ചുവിട്ടിട്ട് രണ്ടാമത്തെ സംഘത്തിനെ വിളിച്ചു. നബി പറയാൻ, നേരം ളുഹറായി, മഗ്രിബ് വരെ നിങ്ങൾ പണിയെടുത്താൽ രാവിലെ മുതൽ പണിയെടുത്തതിൻ്റെ കൂലി തരാം. അസറായിപ്പോൾ അവരും സമരം, ജോലിയും വേണ്ട കൂലിയും വേണ്ട, എന്നാൽ പൊക്കോളം പറഞ്ഞു. പന്നാർ നബി പറയുന്നു, അസറിൻ്റെ സമയമായിപ്പോൾ അവസാനത്തെ പണിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നേരെ അസ്തമിക്കാറായി, ഇത് നിങ്ങളൊന്ന് ഫിനിഷാക്കി തന്നാൽ രാവിലെ മുതൽ എടുത്തതിൻ്റെ കൂലി അങ്ങ് വന്നേക്കാം. ഫിനിഷാക്കിയ പാർട്ടിക്കാണ് കൂലി കൊടുക്കുമ്പോൾ മറ്റേ 2 പാർട്ടി വന്നിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല. മുതലാളി ചോദിച്ചു, ഞാൻ വല്ല നീതികേടും കാണിച്ചോ? തങ്ങൾ ചോദിക്കുക, ഈ മുതലാളിനെ തൊഴിലാളി വർഗത്തിന് മനസ്സിലായോ സഹാബത്തെ? അള്ളാഹു റസൂലും മനസ്സിലായില്ല. മുതലാളി മലിക്കുൽ മുലൂക്കാണ്, രാജാതിരാജനാണ്, റബ്ബ് തആലയാണ്, അതാണ് മുതലാളി. രാവിലെ പണിക്ക് പിടിച്ച തൊഴിലാളികൾ ആരാണെന്നറിയോ? അബുൽ ബഷർ നബീന ആദം അലൈഹിസ്സലാം മുതൽ ഷെയ്ഖുൽ അംബിയ നബീന നൂഹ് അലൈഹിസ്സലാം വരെ ആ ജനത ഈ ദുനിയാവിൻ്റെ ആയുസ്സിനെ ഒരു പകലിനോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ ഉച്ചവരെ ജീവിച്ച പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആയുസ് 1000ൻ്റെ മുകളിലാണ്. നൂഹ് നബിയുടെ മോനോട് ചോദിച്ചാൽ എത്രയായി വയസ്സ്? 1516 കഴിഞ്ഞു, 1000ൻ്റെ മുകളിലാണ്. ഇവരോട് അല്ലാഹു തആല അനിഅ്ബുദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കുക, എന്നെ നിങ്ങൾ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. ബഹുഭൂരിപക്ഷം പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കില്ല, നിന്നെ ആരാധിക്കാൻ തയ്യാറല്ല, നിന്റെ സ്വർഗവും വേണ്ട. തൂഫാൻ എന്ന ജലപ്രളയം കൊണ്ടിട്ട് അല്ലാഹു ആ മനുഷ്യവർഗത്തിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കി, അതാണ് പിരിച്ചുവിട്ടു. ഒരു ന്യൂനപക്ഷം അല്ലാഹുവിനെ അനുസരിച്ചു. അവരാണ് റയ്യാനിൻ്റെ മുമ്പിൽ വന്നിട്ട്, ഞങ്ങൾ 1500 കൊല്ലം ജീവിച്ചതാണ് പഠിച്ചവന്, നിനക്ക് വഴിപ്പെട്ടവരാ, ന്യായമല്ലേ അവരുടെ ഡിമാൻഡ്. രണ്ടാമത്തെ പാർട്ടി ഈസാ അലൈഹിസ്സലാം വരെയുള്ള സമൂഹമാണെന്ന് നബീന റസൂലുള്ളാഹി. അവരുടെ വയസ്സെത്രയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, മോനെ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 155ആയി, 100ൻ്റെ മുകളിൽ. അവരും ബഹുഭൂരിപക്ഷവും അവിശ്വസിച്ചു, ന്യൂനപക്ഷം വിശ്വസിച്ചു. അവരെ അല്ലാഹു തആല പിരിച്ചുവിട്ടത് ഫത്രത്തിൻ്റെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലം കൊണ്ടാണ് പിരിച്ചുവിട്ടു. മൂന്നാമത്തെ പണിക്കാരാണ് ഖാത്തിമുൽ അംബിയ അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. ഇതിൻ്റെ ആയുസ് എത്രയാണെന്നറിയോ? 1000ൻ്റെ മുകളിലില്ല, 100ൻ്റെ മുകളിലില്ല, ബൈന 60 വ 70 നബീന റസൂലുള്ളാഹി. 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് ശരാശരി. 70ൻ്റെ മുകളിൽ പോവില്ല എന്നല്ലേ പറഞ്ഞത്, അത് അപൂർവമാണ്. ശരാശരി 60ൻ്റെ 70ൻ്റെ ഇടയിൽ. ഈ 60ൻ്റെ 70ൻ്റെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ 65 കൊല്ലം ജീവിച്ചെങ്കിൽ 15 കൊല്ലം കുട്ടിപ്രായം പോയില്ലേ? ബാക്കി 50 കൊല്ലമല്ലേ ജീവിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച ജനവിഭാഗമുള്ളത് ഈ ആഖിർ സമാനിലെ സമൂഹമാണ്. അതാണ് ഏറ്റവും കൂടുതൽ പണി പൂർത്തിയാക്കിയ വർഗമെന്ന് നബി പഠിപ്പിച്ചത്. ഈ 50 കൊല്ലം ജീവിച്ച പടപ്പ്
ഫസ്റ്റിൽ ഈ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കുകയും മറ്റവരെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് അനീതിയല്ലേ അള്ളാഹ് ചെയ്യുന്നത്? ഈ അനീതിയെ അല്ലാഹു തആല നീതീകരിക്കാൻ റബ്ബ് ചൂണ്ടിക്കൊടുക്കുന്നത് ഇവർ 50 കൊല്ലം ജീവിച്ചാൽ മതി. ഈ 50 കൊല്ലം ഇവരുടെ ജീവിച്ചപ്പോൾ ഇവർക്ക് 50 റമദാൻ കിട്ടി. 50 റമദാനിൽ ഇവർക്കൊരു പവിത്രമായ രാത്രി ഉണ്ടായി, 50 ലൈലത്തുൽ ഖദർ. ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പവറുള്ള രാത്രിയാണ്. 1000 മാസം കറക്റ്റ് അല്ല. ഈ കാൾ എന്ന് പറയുന്നത് എവിടം വരെ പോകുമെന്ന് ഉസ്താദന്മാർ തഫ്സീർ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹു അഅലം, അത് പഠിച്ചവനെ അറിയുള്ളൂ. ഈ ഇരിക്കുന്ന ഒരു അബൂബക്കർ, അവിടെ ഇരിക്കുന്നവർ ആയിഷ, 50 കൊല്ലം ഇവിടെ ജീവിച്ചെങ്കിൽ ഒരു ലൈലത്തുൽ ഖദറിൽ 1000 മാസത്തെ ഇബാദത്ത് കിട്ടുകയാണ്. 1000 മാസത്തിനെ 50 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദം നബി ഔട്ടായി, നൂഹ് നബി പുറത്തായി, ഈസാ നബി പുറത്തായി. എല്ലാ സമൂഹത്തെക്കാളും ഈ സമൂഹം ഉയർന്നു. ഈ 1000 മാസത്തേക്കാൾ ഇബാദത്ത് ഒറ്റ രാത്രി കിട്ടണത് എങ്ങനെയാ? തനസ്സലുൽ മലായികത്തു വറൂഹ്. ആ രാത്രിയിൽ 1000 മാസത്തെ ഇബാദത്ത് ഒരു പടപ്പ് ചെയ്യണമെങ്കിൽ എന്തോരം ചെയ്യണം? അത്രയും ചെയ്യാനുള്ള മാലാഖമാർ ഇറങ്ങുന്നു. മാലാഖമാർക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖറബായ മലക്ക് ജിബ്രീൽ. ഇതാണ് ഈ 1000 മാസത്തെ ഇബാദത്തിൻ്റെ പവർ കിട്ടാൻ കാരണം. ഹജ്ജിന് മുമ്പ് എത്രയാ പവർ? 1,00,000. മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു അടിമ കയറുമ്പോൾ 1,00,000 മലക്കുകൾ കൂടെ കയറും. ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ 1,00,000 നിസ്കാരത്തിൻ്റെ പവർ. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ല. ജനങ്ങളെ, നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി കൂലിയാണ്. 27 മലക്ക് നിങ്ങളുടെ കൂടെ നിസ്കരിക്കുന്നു, ആ നിസ്കാരം നിങ്ങൾക്ക് ഹദിയ ചെയ്യുന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കഴിവുള്ളവരാണല്ലോ. നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും കൊണ്ട് ഈ ലിഖാ എന്ന് പറയുന്ന അമൂല്യമായ മഹത്വത്തിന്, ആ പദവിയിലേക്ക് അള്ളാഹ് നമ്മളെ ഉയർത്തുമോ? നമ്മുടെ നിസ്കാരത്തിന് എന്ത് വിലയുള്ള? ഈ കണ്ണിന് നമ്മുടെ നിസ്കാരം അങ്ങോട്ട് കൊടുക്ക്. പഠിച്ചവനെ, കണ്ണ് തന്ന എനിക്ക് വേണ്ടി, ഈ കണ്ണിന് വേണ്ടി അള്ളാഹുവെ ഞാൻ നിനക്ക് നിസ്കരിക്കുകയാണ്. പോകുമ്പോഴല്ലേ അറിയുള്ളൂ. എൻ്റെ ഉമ്മ ഇപ്പം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ. അതിൻ്റെ ഷർത്തും പറഞ്ഞതൊക്കെ ആയിക്കൊണ്ടിരിക്കണുള്ളൂ. എന്ത് ഡോക്ടർ നോക്കിയപ്പോൾ തിബരം വന്ന് അറിഞ്ഞേക്കോ എന്നാണ് പറയുന്നത്. കണ്ണ് പോയപ്പോഴല്ലേ വില അറിഞ്ഞുള്ളൂ. എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്ന 10-85 വയസ്സായെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ തപ്പുക. ഈ കണ്ണിനെ പഠിച്ചവനെ ഞാൻ നിനക്ക് നിസ്കരിക്കുകയാണ്. ഈ കാതിന് ഞാൻ സക്കാത്ത് കൊടുക്കുകയാണ് റബ്ബേ. ഈ ചുണ്ടിന് ഞാൻ നോമ്പെടുക്കുകയാണ് റബ്ബേ. ഈ നാക്കിന് ഞാൻ ഹജ്ജ് ചെയ്യാണ് റബ്ബേ. ബാക്കിയുള്ളതിനൊക്കെ എന്തു കൊടുക്കാണ്ട്? തലച്ചോറിൻ്റെ വില കൂട്ടാൻ പറ്റുമോ? നിങ്ങൾ ശാസ്ത്രീയമായി വിവരമുള്ളവരല്ലേ. 1 കിലോമീറ്റർ ഞരമ്പ ശരീരത്തിൽ വില കൊടുക്കാൻ പറ്റുമോ? അതിനകത്തൂടെ ഒഴുകുന്ന ബ്ലഡ്, യഥാവിധി ഒഴുകുന്ന ബ്ലഡ് കൂലി കൊടുക്കാൻ പറ്റുമോ? പ്രതിഫലം കൊടുക്കാൻ പറ്റുമോ? ആ ബ്ലഡിനെ ശുദ്ധീകരിക്കുകയും വീണ്ടും പമ്പ് ചെയ്യുകയും ചെയ്യുന്ന റിഫൈനറി ഹാർട്ട് വില കൊടുക്കാൻ പറ്റുമോ? ശരീരത്തിലേക്ക് വിടുന്ന ഭക്ഷണത്തിന് ശരീരത്തിന് പാകപ്പെടുത്തി കൊടുക്കുന്ന വൃക്ക വില കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. കൈവിരൽ ആവശ്യത്തിന് ചുരുട്ടാനും ആവശ്യത്തിന് നിവർത്താനും അനുയോജ്യമാക്കിയ നിലയ്ക്ക് തരപ്പെടുത്തി തന്ന പടച്ചവന് കൂലി കൊടുക്കാൻ പറ്റൂ? ഇൻ തഴുദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. ഇതിനൊന്നും നമുക്ക് അള്ളാഹ്ക്ക് പവരൊന്നും കൊടുക്കാനില്ല. നമുക്ക് ലിഖാവ് കിട്ടുമോ? ലിഖാവ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ കാണൽ കിട്ടണം. എങ്ങനെ കിട്ടും നിങ്ങൾ പറ. സൃഷ്ടികളായ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ എതിരഭിപ്രായം രേഖപ്പെടുത്തിയ മാലാഖമാരെ നമുക്ക് വേണ്ടി പടച്ചിട്ട്, ആ മാലാഖമാർ നമുക്ക് വേണ്ടി ഇബാദത്തെടുത്ത് ആ ഇബാദത്തിൻ്റെ കൂലി നമുക്ക് തരുമ്പോൾ നമ്മൾ അമൂല്യമായ നിലവാരത്തിലേക്ക് ഉയരുന്നു, അമൂല്യമായ സ്വർഗത്തിന് നമ്മൾ അർഹരാകുന്നു. അത് ജിബ്രീലിൻ്റെ നേതൃത്വത്തിൽ കിട്ടുന്ന അമല് കൊണ്ടിട്ട് മാത്രമാണ്. അതിൻ്റെ പേരാണ് ലൈലത്തുൽ ഖദർ. ജനങ്ങളെ ശ്രദ്ധിച്ചോളണേ. ഈ ജിബ്രീലും പാർട്ടി നമ്മുടെ എല്ലാ വീടുകളിൽ കൂടി കടന്നു വരികയാണ്. എന്നാ അറിയില്ല. ഉസ്താദ് വളർന്നു പറയുമ്പോൾ പറയും തഹറു ലൈലത്തുൽ ഖദ്രി മിൻ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. അവസാനത്തെ 10 പ്രതീക്ഷിച്ചോ? 10 പറയണുണ്ടോ? പടപ്പ് ഉണ്ടോ? അവസാനത്തെ 10 പ്രതീക്ഷിച്ചോ? ഇത് തന്നെ തങ്ങൾ പറഞ്ഞ എന്നാണ് ലൈലത്തുൽ ഖദർ എന്നറിയില്ല. റമളാൻ 1 മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ എന്തിനാ? ലൈലത്തുൽ ഖദർ ജിബ്രീലിൻ്റെ പാർട്ടിയുടെയും സാന്നിധ്യം കിട്ടാൻ. സാന്നിധ്യം കിട്ടുന്ന എന്തിനാ? മുൻഗാമികളെക്കാൾ യോഗ്യരാകുന്ന എന്തിനാ? റയ്യാൻ കടന്നു പോകാൻ. റയ്യാൻ കടക്കണ എന്തിനാ? അള്ളാഹുവിനെ കാണാൻ. നിങ്ങൾക്ക് ഇങ്ങനെ നിസ്കാരത്തിനൊന്ന് ഇങ്ങനെ കണക്കാവോ?
റമദാൻ മാസം ലൈലത്തുൽ ഖദറിനെ കാണാൻ, ലൈലത്തുൽ ഖദർ ജിബ്രീലിൻ്റെ പാർട്ടിയുടെ സാന്നിധ്യം കിട്ടാൻ, സാന്നിധ്യം കിട്ടുന്നത് 1000 മാസത്തേക്കാൾ ഇബാദത്ത് വെറുതെ കിട്ടാൻ, കിട്ടുന്നത് മുൻഗാമികളെക്കാൾ യോഗ്യരാകുന്നത് റയ്യാൻ കടക്കുന്ന അള്ളാനെ കാണാൻ. നിസ്കാരം ഒന്നിങ്ങനെ കണക്കാവോ? സാധിക്കില്ല. സക്കാത്തിനെ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാവോ? സാധ്യമല്ല. ഹജ്ജിനെ ഇങ്ങനെ ഒന്ന് എണ്ണാവോ? സാധ്യമല്ല. ഇങ്ങനെ എണ്ണാവുന്ന ഒരേ ഒരു അനുഷ്ഠാനം പരിശുദ്ധ റമദാനാണ്. അപ്പം റമദാനിൻ്റെ മുഴുവൻ രാത്രിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. ഈ മലക്കുകളും പാർട്ടിയും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ? ഹദീസ് നോക്ക്. യുസാഫിഹൂനഹും വയുഅമ്മിനൂന ദുആഹും വയുസല്ലി. മാതാപിതാക്കളുടെയും പൊരുത്തം കൊണ്ട് എനിക്ക് കഴിയും. പക്ഷേ നിങ്ങൾക്കറിയാം, ടൈം വളരെ അങ്ങ് നീങ്ങിപ്പോയി. ഈ ഇരിക്കുന്നവരൊക്കെ വിശ്വാസികളായതുകൊണ്ട് നിങ്ങളിതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അല്ല, വാപ്പ തല്ലിപ്പടച്ചു മരിച്ചില്ലേ? എങ്ങനെയാടാ മരിച്ചത്? അത് റൂഹ് പോയി മുസ്ലിയാരെ. ആര് കൊണ്ടുപോയി? അസ്രായേൽ കൊണ്ടുപോയി. അപ്പോൾ അസ്രായേലിവിടെ വന്നു മുസ്ലിയാരെ. റൂഹ് പോയി മുസ്ലിയാരെ. എന്താടാ തെളിവ്? ദേ കിടക്കണു ആഞ്ഞിലിത്തടി പോലെ വാപ്പ. ഇത് നമ്മളാരെങ്കിലും കണ്ടോ? എനിക്കറിയാം യുക്തിപരമായിട്ട് പറയാനൊക്കെ. ഇത് തന്നെ വാപ്പ അവിടെ കിടക്കണതിൻ്റെ അടയാളമാണെങ്കിൽ ഇതിനും അടയാളമുണ്ട്. റമദാൻ മാസം അള്ളാൻ്റെ അദാബ് നിങ്ങളങ്ങ് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയണുണ്ടോ? ജിബ്രീൽ വന്ന് പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് കിട്ടി. ഹദീസിൻ്റെ ആശയത്തിലുള്ള അടയാളങ്ങളായി പറഞ്ഞൊക്കെ. അള്ളാഹുവിൻ്റെ അദാബിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണീരാണെങ്കിൽ അവൻ്റെ അനുഗ്രഹം പറഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകണ്ടോ? എന്നാൽ നിങ്ങൾക്ക് മുസാഫഹത്ത് കിട്ടിയെന്ന് തെളിവാണ്. ഇങ്ങനെ ധാരാളം അടയാളങ്ങൾ പറയുന്നുണ്ട് ഹദീസുകളിൽ. ഒന്നും പോകണ്ട, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ കൂടി ഇത് കടന്നു വരുന്നുവെങ്കിൽ, നമ്മുടെ മുസല്ലകളിൽ എത്തുന്നുവെങ്കിൽ ഇത് എവിടം വരെ നിലയ്ക്കുന്നറിയോ? സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. കിഴക്ക് വെളുക്കുന്നത് വരെ. അസ്തമിച്ചപ്പോൾ തുടങ്ങി കിഴക്ക് വെളുക്കുന്നവരെ. ആ കിഴക്ക് വെള്ളം ഇങ്ങോട്ട് വന്നാൽ ജിബ്രീലിന്റെ പ്രഖ്യാപനം, യാ മാശറൽ മലായിക അർറഹീൽ അർറഹീൽ, എന്നോടൊപ്പം ഇറങ്ങിയ മാലാഖമാരെ മടങ്ങിക്കോ. അംബിയാ മുർസലീങ്ങളുടെ അടുക്കൽ മാത്രം പോകാൻ അല്ലാഹ് അനുമതി കൊടുത്ത മാലാഖമാരുടെ ലീഡറാണ് മുഖറബായ മലക്ക് ജിബ്രീൽ. ആ മലക്കാണ് നമ്മുടെ അടുക്ക വരുന്നത്. മടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പൊന്നാര നബി ചോദിച്ചു, ജിബ്രീലേ അലൈഹിസ്സലാം, നിങ്ങളിങ്ങനെ മടങ്ങുമ്പോൾ എൻ്റെ ഉമ്മത്തിയുടെ അവസ്ഥ എന്താ? തങ്ങൾക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ഇന്നല്ലാഹ ഖദ് അഫാ അൻഹും വഫറ ലഹും. നബിയെ, മാപ്പ് ചോദിച്ച എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട് റസൂലെ. തൗബ ചെയ്ത എല്ലാവരുടെയും തൗബ അല്ലാഹ് സ്വീകരിച്ചു നബിയെ. പൊറുക്കലിനെ തേടിയ മുഴുവൻ പടപ്പുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് നബിയെ. ഇല്ലാ മൻ അർബഅ മിൻഹും നബീന റസൂലുള്ളാഹി. 4 സ്വഭാവത്തോടു കൂടി നോമ്പിനെ നേരിട്ടവർക്ക് ഇല്ല റസൂലുള്ളാഹ്. ഇത് നബി തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് ജിജ്ഞാസയായി. പടച്ചവനെ, ഈ പാടുപെട്ട് പകലന്തിയോളം പട്ടിണി കിടന്നിട്ട് രാത്രി ആകെ ഉറക്കം ഒഴിവാക്കിയിട്ട് ധാരാളം വാരിക്കോരി സദക്ക ചെയ്തിട്ട് നിരവധി മനുഷ്യരെ നോമ്പ് തുറപ്പിച്ചിട്ട് ഈ റമദാൻ കിട്ടാത്ത ആൾ ആരാണ് പൊന്നാര നബിയെ? ആ ജിജ്ഞാസയോടെ സഹാബത്ത് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് പൊന്നാർ നബിയെ നിർഭാഗ്യവാന്മാർ, നിർഭാഗ്യവതികൾ? അല്ലവ്വലു, ഒന്നാമത്തേത് ആഖുൻ ലിവാലിദൈ നബീന റസൂലുള്ളാഹി, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണെന്ന് നബീന റസൂലുള്ളാഹി. ഞാൻ ഈ ഒരൊറ്റ പോയിന്റിൽ ഇവിടെ നിന്ന് വഴന്നു പറഞ്ഞാൽ ളുഹ്ർ നിസ്കരിക്കലുണ്ടാവോ, അസ്ർ നിസ്കരിക്കലുണ്ടാവോ, അങ്ങോട്ട് പോകലുണ്ടാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു വിശാലമായ വിഷയത്തിലല്ലേ ഞാൻ ഈ വന്ന് മുട്ടിയേക്കുന്നത്? എത്ര ആയത്തെനിക്ക് ഇവിടെ നിന്ന് ഓതാൻ കഴിയും? എത്ര ഹദീസുകൾ പറയാൻ കഴിയും? മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവർ നരകത്തിലാന്ന് പറഞ്ഞെങ്കിൽ അവരുടെ പൊരുത്തമില്ലാത്തവർക്ക് ജിബ്രീലിൻ്റെ ഹസ്തദാനം കിട്ടണില്ല എന്നതിൻ്റെ അർത്ഥം. ഞാൻ പറയുക, തുറന്ന് ഉമ്മാനോട്, തുറന്ന് ഉപ്പാനോട് എന്ത് വേദന ചെയ്തിട്ടുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് പരിശുദ്ധ റമദാനിൻ്റെ ഈ മഹത്വം നേടിയെടുക്കാൻ പരിശ്രമിച്ചോ. ഒറ്റ വാക്ക്. 100 സംഭവങ്ങൾ പറയാൻ ഈ ഭാവസ്ഥയിൽ കഴിയും. നിങ്ങൾക്കറിയാലോ പറയാൻ കഴിയുന്നു. ഞാൻ ഒന്നും തൊടുന്നില്ലേ, സ്പർശിക്കുന്നില്ല. ഗൗരവം മനസ്സിലാക്കിക്കോ. എത്ര വലിയവനാണെങ്കിലും രക്ഷപ്പെടില്ല. ഇല്ല, എന്തോ വ്യക്തമായ തെളിവല്ല. സഹാബി എന്നൊക്കെ പറഞ്ഞാൽ നക്ഷത്രം എന്നല്ലേ നബി പഠിപ്പിച്ചെന്ന്. ആ സഹാബിയെ അൽക്കമേ കിടന്നിട്ട് അറുത്തിട്ട കാള വലിക്കണാര് വലിക്കുക.
നബിയുടെ കൂടെ നിസ്കരിച്ച ആളാണ് നിങ്ങൾ മനസ്സിലാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, ആ മനുഷ്യൻ കാള വറുത്തിട്ട് വലിക്കണമല്ലോ വലിച്ചെങ്കിൽ എന്തിയ കാര്യം? പൊന്നാർ നബിയുടെ മുമ്പിൽ നിന്നിട്ട് ഉമ്മ അങ്ങോട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ എൻ്റെ പിള്ളയ്ക്ക് ഞാനെല്ലാം പുറത്തു വന്ന, എൻ്റെ മോൻ ചെയ്തതെല്ലാം ഞാൻ മാപ്പാക്കി പടച്ചവനെ. ആ താക്കോലിട്ടങ്ങ് തുറന്നപ്പോഴല്ലേ തൗഹീദ് വന്നോളൂ തൊണ്ടേന്ന്. ഒന്നും പറയണില്ല, എല്ലാം ഉമ്മ ഉപ്പ, ഇല്ലെങ്കിൽ രക്ഷയില്ല. വസാനി രണ്ടാമത്തേത് ഖാത്തിഉർ റഹ്മിൻ നബീന റസൂലുള്ളാഹി, കുടുംബ ബന്ധം മുറിച്ചവരാണ് ഇന്ന് വ്യാപകമായി സമുദായത്തിൻ്റെ ഇടയിൽ. ചേട്ടൻ അനിയനെ കണ്ടുകൂടാ, അനിയൻ ഏട്ടനെ കണ്ടുകൂടാ, ആങ്ങളൊക്കെ പെങ്ങളൊക്കെ ഇളാപ്പ മൂത്തുമ്മ അമ്മായി മാമ തമ്മിൽ. കാരണം എന്താ വെച്ചാൽ അവനെപ്പോലത്തെ കാശ് ഇവനക്കുണ്ടായിട്ടുണ്ട്. ഇതന്നെ കാരണം. കല്ലാ ഇന്നൽ ഇൻസാനലയത്ത് അറാവുസ്തകനാണ് ഖുർആൻ പറഞ്ഞാലേ. ഒരു ഇച്ചിരി സൗകര്യങ്ങളൊക്കെയാണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തകിടം മറിഞ്ഞു. ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ആയത്ത് ഓതണം ഹബീബേ, എത്ര ഹദീസ് ഓതണം, എത്ര ചരിത്രങ്ങൾ പറയണം. മഹ്ശറ നിങ്ങൾ പേടിക്കണില്ലേ എന്ന് നബീന റസൂലുള്ളാഹി. നിങ്ങൾ പേടിക്കണുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ നോമ്പിൻ്റെ ഒക്കെ കൂടെ നിങ്ങളൊരു 3 നന്മ സൂക്ഷിച്ചു പിടിച്ചോ എന്ന് നബീന റസൂലുള്ളാഹി. സലാസത്തുൻ മൻ കുന്ന ഫീ ഹസബഹുല്ലാഹു ലഹു ഹിസാബൻ യസീറാ സിൽ മൻ ഖതഅക നബീന റസൂലുള്ളാഹി. ഇങ്ങോട്ട് മുറിക്കുന്ന, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന കുടുംബക്കാരെ അങ്ങോട്ട് പോയി ബന്ധം നിലനിർത്താൻ നീ തയ്യാറായിക്കോ, ഹിസാബ് എളുപ്പമാകുമെന്ന് നബീന റസൂലുള്ളാഹി. കുടുംബബന്ധത്തിൻ്റെ പൗരുണ്ടോ? നിർത്തി, ഞാൻ തുടരില്ല. ഇന്ന് തന്നെ കൊച്ചാപ്പാനെ കണ്ടോ, അമ്മായിനെ കണ്ടോ, എളാപ്പാനെ കണ്ടോ, ആങ്ങളേനെ കണ്ടോ, പെങ്ങളെ കണ്ടോ, ചേട്ടനെ കണ്ടോ, വേഗം അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഗേറ്റ് അങ്ങോട്ട് തള്ളി തുറക്ക്. ഞാനിത് കൊച്ചാപ്പാടെ ഗേറ്റൊന്നും അല്ല തുറക്കണം പടച്ചവനെ, ഇത് തൗബയുടെ ഗേറ്റാണല്ല. തുറന്നിട്ട് അസ്സലാമു അലൈക്കും, തൊട്ടാടാ ഡാഷിൻ്റെ മോനേന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറങ്ങി ഓടിക്കോ. നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗം ക്ലീൻ, അയാളോട് വച്ചുകൊണ്ടിരുന്നോട്ടെ, നമുക്കതല്ലേ പറ്റുള്ളൂ. ഇല്ല ഇനി ഗേറ്റ് തുറക്കാനും സമ്മതിക്കില്ലെങ്കിൽ എന്തെല്ലാം സൗകര്യം എന്നുണ്ട്. ഫോണിൽ കൂടെ വിളി, തെറി പറയുമ്പോൾ അതെല്ലാം കേട്ടോണ്ടിരിക്ക്. എൻ്റെ വാപ്പാടെ സ്ഥാനത്താ കൊച്ചാപ്പ, ഞാൻ കൊച്ചാപ്പാനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാനത് പൊരുത്തം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്, ഞാനൊരു മരിക്കണ അടിമയാണെന്ന് വിളിച്ചാൽ കൊച്ചാപ്പ. മനുഷ്യൻ്റെ ഭാഗത്തുനിന്നല്ലേ തെറ്റുണ്ടാവുള്ളൂ. എനിക്ക് കൊച്ചാപ്പ മാപ്പാക്കണം, പൊരുത്തപ്പെടണം, മതി. നിങ്ങളുടെ വാക്കങ്ങോട്ട് ചെന്നു, അയാൾ പിന്നെ തെരുവറിയാണോ അവിടുന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുമൊന്നും വേണ്ട, ഫോൺ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ടും പോകും. എന്തെല്ലാം സൗകര്യമുണ്ട്. ഖാത്തിഉർ റഹ്മിൻ. മൂന്നാമത്തേത് മുശാഹിനുൻ നബീന റസൂലുള്ളാഹി, പിണങ്ങി നിൽക്കുന്നവരാ, വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ. ഇന്നത്തെ അവസ്ഥ എന്താ പറ? ലാ യഹില്ലു ലിറജുലിൻ അൻ യഹുജറ അഖാഹു ഫൗക സലാസിൻ. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന സാമൂഹ്യ ജീവിയാണ്, പിണക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. 3 ദിവസം അതിർത്തിന്ന് നബീന റസൂലുള്ളാഹി. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പിണക്കങ്ങൾ മാറ്റിക്കൊള്ളണം. അതിന് മാറ്റാൻ ഇമാമിൻ്റെ സാന്നിധ്യം വേണ്ട, പഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ട, പോലീസ് ഓഫീസർ വേണ്ട. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, രണ്ടും കഴിഞ്ഞു. നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞു, അവൻ തെറി പറഞ്ഞു, നിങ്ങളുടെ ഭാഗം ക്ലിയറായി, നിങ്ങൾ രക്ഷപ്പെട്ടു, അയാൾ കഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഒരു അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ സ്വർണം വിളക്കി ചേർക്കുന്നത് പോലെയാണെന്ന് നബീന റസൂലുള്ളാഹി. ഇതാണ് മോമിനീങ്ങളുടെ പൊരുത്തപ്പെടൽ. അങ്ങനെയാണ് ഈമാനില്ലാത്തവരുടെ പൊരുത്തപ്പെടൽ സ്ഫടികം ചേർത്ത് വെച്ചതുപോലെയാണ്. എത്ര ചേർത്ത് വെച്ചാലും അടയാളം ഉണ്ടാവും. ഇതാണ് മുനാഫിഖ്. ഈ ഈമാൻ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഒന്നും കൂടെ അങ്ങനെ അടുത്ത് നിൽക്കൽ സുന്നത്തുണ്ട്. പിന്നെ ഞാനന്ന് വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ കയറി, ഞാനും അങ്ങനെ അപ്പം അത് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നെ ഒന്നിങ്ങനെ പറയാറുള്ള ആളല്ലല്ലോ. എൻ്റെ മോനെ പ്രഷർ കൂടി എനിക്ക് പറഞ്ഞുള്ളൂ. നല്ലൊരു സാധനമായി പ്രഷർ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പ്രഷർ കൂടി എനിക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാണ്. നീ അതൊക്കെ പൊരുത്തപ്പെടണോട്ടോ. എനിക്ക് ഒരു പൊരുത്തക്കേടും ഇല്ലാക്കാം. ഞാൻ എന്തെങ്കിലും നീ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറഞ്ഞു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അതെല്ലാം പൊരുത്തപ്പെട്ടു. ഈ അലൈക്കും സലാം പറഞ്ഞാൽ ഇങ്ങനെ നടുക്കൽ സുന്നത്തുണ്ട്, അങ്ങനെ അടുത്തിട്ട് അതും കൂടെ അങ്ങ് പറഞ്ഞാൽ ഒന്നും കൂടെ അങ്ങോട്ട് ചേർന്നു. വേഗം ഇണങ്ങിക്കോ. എന്തിനാ വെച്ചുകൊണ്ടിരിക്കണം? നമ്മുടെ ജനാസയുടെ കൂടെ വരേണ്ട ആളാ. ചുമ്മാ കൈയഴിച്ച് കെട്ടിയിട്ട് കാര്യമില്ല. ഇതാ സല്ലാലൽ മയ്യത്തി അഖ്ലിസ് ലഹു ദുആക. നിങ്ങൾക്കൊരു ജനാസ നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി ദ്വാരക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ പിണക്ക ഉള്ളിൽ വെച്ചുകൊണ്ട് ഇവൻ കൈയഴിച്ച് കെട്ടുന്നതിൽ വല്ല കാര്യമുണ്ടോ?
നന്നായി പൊരുത്തപ്പെട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് ഇവിടെയുള്ള പടപ്പുകൾക്കൊരു വിഷമം ഉണ്ടാകുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ സ്ഥിതി പരിതാപകരാണ്, അപകടകരാണ്. ശ്രദ്ധിച്ചോ. അപ്പം 3. നാലാമത്തേത് മുദ്മിനു ഖംറിൻ നബീന റസൂലുള്ളാഹി. ലഹരിയുമായി ബന്ധമുള്ളവരുടെ അടുക്കൽ ജിബ്രീലും പാർട്ടിയും സന്ദർശിക്കുകയില്ല എന്ന് നബീന റസൂലുള്ളാഹി. അപ്പം അത് ഒഴിവാക്കുക. അത് പിന്നെ ഇപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരും ഷാപ്പിൽ പോകണവരൊന്നും ഇവിടെ ഇല്ല. പക്ഷെ തങ്ങളൊരു വാക്ക് പറഞ്ഞു, കള്ള് എന്ന പേര് ഉപയോഗിക്കാതെ കള്ള് കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം വരുമെന്ന് നബീന റസൂലുള്ളാഹി. ഒരു 4 ദിവസത്തെ മുമ്പ് ഒരു മലയാളം പത്രത്തിനകത്ത് ഞാൻ വായിച്ചതാണ്. വണ്ടിക്കകത്തേക്ക് കയറി വണ്ടിയുടെ ചില്ലെല്ലാം ഉയർത്തിയിട്ട് ഒരു ചെറിയ സ്പ്രേ അതൊന്നങ്ങോട്ട് അടിച്ചാൽ ആ വണ്ടിയിലിരിക്കുന്ന എല്ലാവരും 24 മണിക്കൂർ നേരത്തേക്ക് തന്നെ സ്വർഗത്തിൽ പോകും. ലഹരിയുടെ പവർ. മില്ലിക്ക് ലക്ഷങ്ങൾ വിലയുള്ള പുതിയ ലഹരി വേറെ. ഇങ്ങനെ ചുമ്മാ ഒന്ന് ശരീരത്തിൽ ഇങ്ങനെ ഒന്ന് തൂത്താൽ മതിയെന്ന്. 48 മണിക്കൂർ നേരത്തേക്ക് ചെറുക്കാൻ സ്വർഗത്തിലാണ്. സ്റ്റിക്കറും ഗുളികയും ഒക്കെ മാറി, ഇഞ്ചക്ഷനൊക്കെ മാറി ഇപ്പോൾ ഈ ശൈലിയിലായി. ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ ലഹരി എന്നുള്ള വാക്ക്, കള്ളെന്നുള്ള വാക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടോ? കുല്ലു മുസ്കിരിൻ ഖംറും വ കുല്ലു ഖംറിൻ ഹറാം നബീന റസൂലുള്ളാഹി. ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാത്തിൻ്റെയും പേര് കള്ളെന്നാണ്. എല്ലാ കള്ളും ഹറാമാണ്. ഏതിനാ അപ്പോൾ കള്ളെന്ന് പേര് ഉപയോഗിക്കണം? ബീഡിക്ക് കള്ളെന്ന് പറയോ? സിഗരറ്റിന് കള്ളെന്ന് പറയോ? പുകയില കള്ളെന്ന് പറയോ? പാൻപരാഗ് കള്ളെന്ന് പറയോ? സൗന്ദര്യപ്പാക്ക് കള്ളെന്ന് പറയോ? ബ്രൗൺ ഷുഗർ പറയോ? അഷീഷ് പറയോ? ബ്രാൻഡി പറയോ? ബിസ്കി പറയോ? ഇതിന് ഏതിനെങ്കിലും കള്ളെന്ന് പേരുണ്ടോ? എല്ലാം കള്ളാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. പടച്ചവനോർത്ത് ഒഴിവാക്കാൻ എല്ലാവരോടും പറ. നിങ്ങളാരും ഇത് ഉപയോഗിക്കുന്നവരല്ല, എല്ലാവരോടും ഒഴിവാക്കാൻ പറ. ബീഡി നമുക്ക് വേണ്ട, സിഗരറ്റ് വേണ്ട. നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോയി കാണിക്കണേ. പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പണ്ട് ഒരു 10-30 കൊല്ലം മുമ്പ് കേട്ടിട്ടുണ്ട്, ബാമിലരെ ഇന്ന സ്ഥലത്തുള്ള പടപ്പുകളൊക്കെ നിൽക്കിരിക്കാൻ വരും കേട്ടോ. അമ്മാരൊന്നെങ്കിൽ ഷാപ്പിൽ നിന്നായിരിക്കും തന്നെ, അല്ലെങ്കിൽ നിൽക്കിച്ചിട്ട് ഷാപ്പിലേക്ക് പോകുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തിനാ ഹബീബേ? ഇതെല്ലാം ലഹരി ആയതുകൊണ്ടിട്ടല്ലേ? ഒഴിവാക്കാൻ എല്ലാവരോടും പറ. ബീഡി വേണ്ട നമുക്ക്. ബീഡി ലഹരിയാണ്, സിഗരറ്റ് ലഹരിയാണ്, പുകയില ലഹരിയാണ്, ഈ സൗന്ദര്യ പാക്കുകളെല്ലാം ലഹരിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. എൻ്റെ മുസ്ലിയാരല്ലേ ബീഡി മറ്റൊക്കെ ആ രീതിയിൽ പറയല്ലേ? ഞാൻ 6 വയസ്സായപ്പോൾ എൻ്റെ വാപ്പ വലിച്ചെന്ന കുറ്റി വലിച്ച് ഞാൻ തുടങ്ങിയതാണ്. 12ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വാപ്പാക്കും കൊടുക്കും, വാപ്പ എനിക്കും തരും. ഇപ്പോൾ 65 വയസ്സായി, എനിക്കൊന്നും ഇതുവരെ ഒരു ലഹരിയും കിട്ടിയിട്ടില്ല ബീഡി അടിച്ചിട്ട്. എന്നാ വേണ്ട, ബീഡി ലഹരിയല്ല. എനിക്ക് വിശന്നിട്ടായില്ല കേട്ടോ, ഭയങ്കര വിശപ്പ്. കാരണം 2-2 മണിക്കൂറോളം ആയില്ലേ വഴന്ന് പറയുന്നത് കിട്ടും. ഒരു ബീഡി കട്ടിക്കുക വിശപ്പ് പറയാൻ. നിങ്ങൾ ആരെങ്കിലും വിശപ്പ് മാറാൻ വേണ്ടി ബീഡി മേടിച്ച് വലിക്കണവരുണ്ടോ? അല്ലോ, ദാഹിച്ച് തൊണ്ട ഉണങ്ങി വരണ്ടല്ലോ, ഒരു സീർത്തും കാട്ടിക്ക് ദാഹം മാറ്റാൻ. പിന്നെ എന്തിനാ പറ? മഗ്രിബിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ മോദി മാമ മൈക്കിൻ്റെ അടുത്തേക്കല്ലോ കേട്ടോ മഗ്രിബിൻ്റെ ബാങ്കിന്. അപ്പോഴേ കാക്ക ഇവിടെ കാരക്കരിപ്പുണ്ട്, മുന്തിരി ഇരിപ്പുണ്ട്, ഈന്തപ്പഴ ഇരിപ്പുണ്ട്, പിന്നെ തരിക്കഞ്ഞി ഇരിപ്പുണ്ട്. കാക്ക ഒരു കയ്യിൽ പൊട്ടിക്കണത്, ഒരു കയ്യിൽ കോല്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു. എന്നിട്ട് എന്ത് സ്പീഡിനാ വലിക്കണത്? എന്താണത് കാരണം? ഈ ശൈത്താമുല്ലാക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. ബാങ്ക് വിളിച്ച അപ്പം തന്നെ ഒരു കാരക്ക കടിക്കും, അപ്പം തന്നെ ഇക്കാമത്തും കൊടുക്കും. അതിന് മുമ്പ് ഇതകത്തേക്ക് ആക്കണം. എൻ്റെ വാങ്ങിലേരെ ഇടയത്താഴം പിടിച്ചപ്പോൾ ഒന്ന് വലിച്ചതാ. ആത്മാവിന് കൊടുത്തിട്ട് വേണം പിന്നെ ശരീരത്തിന് കൊടുക്കാൻ. എന്തേ പിടിച്ചിരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അതാണ് കള്ളു കുടിക്കേണ്ട സമയമായ മത്തായി കുടിച്ചേ അടങ്ങൂ. വലിക്കേണ്ട സമയമായ വലിക്കാതെ പറ്റൂല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ലഹരി. ഇതങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ട് ഒരു കാരക്കയുടെ കീറെടുത്ത് കടിച്ച് കാർപ്പിച്ചൊരു തുപ്പും കൊടുത്തിട്ട് ഇമാമിൻ്റെ വലത്തുവശത്ത് അല്ലാഹു അക്ബർ. പടച്ചവനോർത്ത് നിങ്ങൾ ലഹളക്കൊന്നും നിൽക്കണ്ട. പടച്ചവനോർത്ത് എന്തെങ്കിലും ഹിക്കുമത്ത് പറഞ്ഞ് ഈ മൂപ്പരനെ പള്ളിയിലേക്ക് കടത്താതെ ആക്കണം.
എന്തിനാ? നിങ്ങളുടെ ജമാഅത്തിൻ്റെ കൂലി കിട്ടാൻ. ഇവൻ ആ സഫി കയറി കൈ കെട്ടിയാൽ നിങ്ങളുടെ സർവ്വ ആൾക്കാരുടെ ജമാഅത്തിൻ്റെ കൂലി പോയി. സാമൂഹ്യ ദ്രോഹി ഗൗരവമുള്ള കേസാണ്. ചോദിച്ചു നോക്കിയേ, ഉള്ളി തിന്നവൻ പള്ളിയിലേക്ക് വരല്ലേ എന്ന് നബീന റസൂലുള്ളാഹി എന്തുകൊണ്ട് പറഞ്ഞു? പറ. ഉള്ളിയുടെ ദുർഗന്ധം കൊണ്ട് ഓരോരുത്തരോടുമൊപ്പം പള്ളിയിൽ കയറുന്ന 27 മലക്കുകൾ മൊത്തം പള്ളി ഇട്ടു. അപ്പോൾ ജമാഅത്തിൻ്റെ കൂലി പോയി. ഈ ബീഡിയുടെ ദുർഗന്ധം കൊണ്ട് മലക്ക് പള്ളിയിൽ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്ത്രപരമായിട്ട് അയാളോട് നല്ല വാക്കൊക്കെ പറഞ്ഞിട്ടേ തല്ലു പിടിക്കാൻ നിൽക്കണ്ട. കാക്കാക്ക് വീട്ടിൽ നിൽക്കിരിക്കില്ല, അഫദലെന്ന് എന്നാളൊരു മുസ്ലിം വാഴെന്ന് പറഞ്ഞ കേട്ടാന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ സാധനത്തിനെ പള്ളിയിലേക്ക് അടുപ്പിക്കാതാക്കുക. കാരണം വലിച്ചോണ്ട് കയറി നിന്നാൽ കുടുങ്ങി. എൻ്റെ പൊന്നാര സഹോദരന്മാരെ, നമ്മുടെ ശരീരത്തിനെ നമുക്ക് നിയന്ത്രിച്ചുകൂടെ? എല്ലാ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാം മാറ്റാൻ പറ. നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ ഉപദേശിക്കുക. എത്ര മാതാപിതാക്കളെ കണ്ണീര് കുടിക്കണമെന്നറിയോ? വളർന്നു വരുന്ന മക്കൾ നല്ലൊരു ശതമാനവും മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ജമാഅത്തിന് ടൈമായി. ഞാൻ നിങ്ങളോട് പറയാൻ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വലിക്കാതിരിക്കാൻ പറ്റണില്ല എന്നാൽ എനിക്കൊരു ഉപദേശമുണ്ട് നിങ്ങളോടെന്ന് പറഞ്ഞാൽ. ഈ ഇരിക്കണവരോടല്ല പറഞ്ഞത്, നിങ്ങൾ വലിക്കണവരോട് പറയണം, എടാ റമളാൻ 30 ദിവസവും രാത്രി നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും പാർട്ടിയും വരും. നിൻ്റെ വാപ്പാക്ക് അത് കിട്ടാൻ, നിൻ്റെ കുടുംബക്കാർക്ക് കിട്ടാൻ നീ ഒരു പണി ചെയ്യണം. മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു പായും തലങ്ങെടുത്ത് ആ കമ്പനിയിലേക്കോ ചായക്കടയിലേക്കോ അങ്ങോട്ടേലും പോവുക. എന്നിട്ട് സുബി കിഴിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ അവിടെ പോയി കിടന്ന് വലിക്കാം. ഇവിടെ വാപ്പാക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടും, ഉമ്മാക്ക് കിട്ടും, ഭാര്യയ്ക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും. ഞാൻ പറയാം, വലി നിർത്താൻ പറ്റില്ലാത്തവർ ഈ റമദാൻ മാസത്തിൽ താമസം മാറ്റ്. ചിലപ്പോൾ പറയായിരിക്കും, മാംസലേറെ ഞങ്ങളൊരു മാന്യമായ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഈ പായന്തലങ്ങനെ എടുത്ത് ചായക്കടയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടാണല്ലോ. അപ്പോൾ അതിനും പറ്റൂലല്ലേ? അതിനും പറ്റൂല. വലിക്കാതിരിക്കാൻ പറ്റൂല, പായന്തലങ്ങെടുത്ത് പോകാൻ പറ്റൂല. എന്നാൽ മൂന്നാമത്തെ ഒരു അപേക്ഷ എനിക്കുള്ളത്, മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചത് മുതൽ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നത് വരെയും വലിക്കാതിരിക്കുക. സുബ്ഹി ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ പകൽ ഫുള്ളായിട്ട് വലിക്കുക. അപ്പം നോമ്പ് ആവശ്യമില്ലാതെ നിങ്ങളുടെ നോമ്പിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആൾക്കാർ മേത്തേക്ക് കയറിയാലോ? അതിന് നിങ്ങൾ എൻ്റെ നമ്പർ ആദ്യം മേടിച്ച് പോക്കറ്റിലിടണം, എന്നിട്ടേ സിഗരറ്റിന് തീ കൊടുക്കാവുള്ളൂ. കാരണം കാക്കാന്മാർ വെളിവില്ലാത്തവരാ വിളിച്ചിട്ട് എന്നോട് വൈലാറ് പറഞ്ഞു, ഏത് വൈലാറ് അദ്ദേഹത്തെ വിളിച്ചു നോക്കും. അപ്പം എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാം, ആ മനുഷ്യൻ ഇന്ന ശൈലിയിൽ വലിക്കുന്നതാണ്, അദ്ദേഹം നേരെ സ്വർഗത്തിലേക്ക് പോണയാളാണ്, നിങ്ങൾ അയാളെ ശല്യം ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോവും, അതുകൊണ്ട് ആ മൂപ്പരെ വരിച്ചോട്ടെ. ഒരു കുഴപ്പമില്ല. കാരണം എന്താ? പകലല്ല ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ. റമളാനിൻ്റെ പകലിനല്ല പവർ, രാത്രിക്കാണ് പവർ. അതുകൊണ്ട് രാത്രി ലഹരി ഒഴിവാക്ക്, പകൽ ലഹരി ഉപയോഗിച്ചോ. രക്ഷയില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മാഹാത്മ്യം നേടിയെടുക്കാൻ, റമളാനിൻ്റെ സത്ത നേടിയെടുക്കാൻ അല്ലാഹു തആല ഈ അയോഗ്യതകളിൽ നിന്നെല്ലാം ഒഴിവായി പരിശുദ്ധ റമളാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അല്ലാഹു വിധിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു 3 സലാത്തുന്നാരിയെ ചൊല്ലി നിസ്കരിക്കാൻ പറ്റുമല്ലോ നമ്മൾ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വെച്ച് പരിപാടി അവസാനിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഒരു 3 സലാത്തുന്നാരിയെ ചൊല്ലി നമുക്ക് ഈ ഒരു അവസരത്തിന് നീ വിധി തരണേ പടച്ചവനോടൊന്ന് അള്ളാഹുവിനോട് ദ്വാരക്കാൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞാൻ പറഞ്ഞതിലോ ഇവിടെ ഇടപെട്ടതിലോ എന്തെങ്കിലുമൊക്കെ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത എന്തും വന്നെങ്കിലും അള്ളാഹു നമുക്ക് ഇരുകൂട്ടർക്കും ഇവിടെ വെച്ച് തന്നെ അള്ളാഹു എന്നീ മാപ്പാക്കി തരണേ തമ്പുരാന്. നിങ്ങൾക്ക് വെറുപ്പോ വിദ്വേഷമോ അറപ്പോ ഉണ്ടാകാവുന്ന വല്ല പരാമർശങ്ങളോ ശൈലികളോ ഉണ്ടായെങ്കിൽ, കാരണം ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ്, അങ്ങനെ വന്നെങ്കിൽ നിങ്ങളതെല്ലാം എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം, പൊരുത്തപ്പെടണം. ഇവിടെ ജുമയുള്ള നാടാണ്. ഞാൻ മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞാൽ നിങ്ങളുടെ ഈ പള്ളിയിൽ ഈ പാപിക്ക് വേണ്ടി ജനാസ നമസ്കാരം ഉണ്ടാകണമെന്നും എൻ്റെ സഹോദരിമാരൊക്കെ, നിങ്ങൾക്ക് പറ്റിയ വഴന്നൊന്നും അല്ലായിരിക്കും പറഞ്ഞത്, എന്നാലും പടച്ചവന് ഒരു വിവരവും ഇല്ലെങ്കിലും ഞങ്ങളുടെ മദ്രസ ഹാളിൽ വന്നു എന്ന് ഏതാണ്ട് വളവളാന്നൊക്കെ പറഞ്ഞു പോയതാണല്ലോ. ഇപ്പോൾ മണ്ണിൻ്റെ അടിയിലായിന്നാണല്ലോ കേൾക്കണേ. അല്ലാ നീ ആ സാധുവിന് പുറത്തു കൊടുക്കണേ പടച്ചവനെ എന്നൊരു ദുആ എൻ്റെ സഹോദരിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുന്നതിനോടൊപ്പം
കഴിഞ്ഞ 10-40 വർഷത്തോളമായി അങ്കമാലി ടൗൺ ജുമാ മസ്ജിദിൽ ഖുത്ബോധന ആളാണ് ഞാൻ. എൻ്റെ പിന്നിലൊരു 2-3000 ആൾ നിസ്കരിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, പള്ളി പഴയ പള്ളിയൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളാരെങ്കിലും മൗത്തായ വിവരം അവിടെ ഖത്തീബായിരിക്കുന്ന കാലത്തോളം എനിക്ക് കിട്ടിയാൽ അവിടുന്ന് മരിച്ചിറങ്ങലേ ഉള്ളൂ. ആ ഒരു ശൈലിയിലാണ് പോണേ. അവർക്കൊന്നും എല്ലാ നിലയിലുമൊക്കെ അൽഹംദുലില്ലാഹ് പടച്ചോൻ പടപ്പുകൾ വെറുപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടവരുത്താതെ അല്ല കാക്കുമാറാകട്ടെ. ഇയാൾ ഈ മെമ്പറേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ ഞാൻ ആ മെമ്പറെ കയറുന്നത് ശരിയല്ല അവന്മാരികൾ. അങ്ങനെ തന്നെ നബിത്തങ്ങളുടെ ആഹ്വാനം അങ്ങനെ തന്നെയാണ്. ഇയാൾ ഈ മുമ്പിൽ നിന്നൊന്ന് പോയായിരുന്നെങ്കിൽ എന്ന് മൗമൂമിയങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥ വന്നാൽ ആ ഇമാമ് മാറിക്കൊടുക്കണം. അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിക്കാതെ പടച്ചവനെ നിനക്കും നിൻ്റെ റസൂലുള്ളാഹിക്കും പൊരുത്തപ്പെട്ട നിലയ്ക്ക് ദീനീ ഖിദ്മത്തെടുക്കാൻ ഞങ്ങൾക്ക് ഇരുകൂട്ടർക്കും ഭാഗ്യം തരണേ റഹ്മാനെ. അപ്പോൾ എൻ്റെ പിന്നിൽ നിസ്കരിക്കുന്നവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദ്വാരിപ്പിക്കുകയും നിസ്കരിപ്പിക്കുകയും ചെയ്യാമെന്ന് ഞാനും ഈ സന്ദർഭത്തിൽ പറയാൻ. പടച്ചവൻ നമ്മളെ മണ്ണിനടിയിലേക്ക് വച്ചാൽ, നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരങ്ങൾ സുഗന്ധമുള്ള പഞ്ഞികൾ വെച്ചടച്ചാൽ, ആരും അറിയിക്കാതെ തന്നെ നമ്മുടെ വേർപാടറിഞ്ഞ് സ്വയം ഇമാമിങ്ങൾ നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും മൗമൂമികൾ ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് അള്ളാഹു നമ്മുടെ ഇരുകൂട്ടരുടെയും ജീവിതം ഉയർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ചുമ്മാ കൈയഴിച്ചിട്ടിട്ട് കാര്യമുണ്ടോ ബഹുമാനികൾ? ഒരു കാര്യമില്ല. ഇപ്പോൾ ഉസ്താദ് ഇവിടെ ജുമായ്ക്ക് പറയും, അസല ആരും പോരല്ല കേട്ടോ, നമ്മുടെ ബാമുസ്ലിയാറുണ്ടല്ലോ മൂപ്പര് മരിച്ചുപോയി, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കണം. അപ്പോൾ പോകാൻ വേണ്ടി ആൾക്കാർ എണിച്ചേക്കോൺ. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ എണിച്ചിരിക്കണ ഒരു കാക്ക ചോദിക്കുകയാണ്, നമ്മുടെ ഇവിടെ തോളത്ത് പുതപ്പൊക്കെ ഇട്ട് പ്രസംഗിക്കാൻ വന്ന ആ ശൈത്താനാണ് ഈ മരിച്ചു എന്ന് പറഞ്ഞത്. അപ്പം മറ്റേ കാക്ക നമുക്കാണ് ഈ മരിച്ചു എന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഉസ്താദ് അള്ളാഹു അക്ബർ. അപ്പോൾ ഈ കാക്കാമാരും അള്ളാഹു. ഒരു കാര്യമില്ല. ആത്മാർത്ഥമായി എനിക്ക് ദുആ കിട്ടുന്ന നിലയ്ക്ക് കൈയഴിച്ച് കെട്ടണമെങ്കിൽ ഞാൻ ആരാകണം? ശൈത്താനിയത്ത് മാറ്റിവെക്കണം, ഹമുക്കീത്തരം മാറ്റിവെക്കണം. ഇത് ഞാൻ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സാക്ഷിയോടും ചോദിക്കുക. നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി നിസ്കരിക്കാൻ ഈ നാട്ടിൽ എത്ര? അതിന് ആൾ കുറവാണെങ്കിൽ ഇന്ന് മുതൽക്ക് അതിനുവേണ്ടി പണിയെടുക്കുമാനികളെ, അതിനുവേണ്ടി പണിയെടുക്ക്. നബി തങ്ങളോടല്ലേ ഒരു സഹാബി ചോദിച്ചു, പൊന്നാർ നബിയെ ഞാൻ നല്ലതാണെന്ന് എങ്ങനെ അറിയാം? ഒരു ഭയങ്കര ചോദ്യം കേട്ടോ ചോദിച്ചേ. ഞാൻ നല്ലതാണെന്ന് എങ്ങനെ അറിയാം? ഇതാ കാല ജീറാനൊക്കെ അഹ്സൻത ഫഖദ് അഹ്സൻത നബീന റസൂലുള്ളാഹി. നിന്റെ അടുത്ത് താമസിക്കുന്ന നീയുമായി പെരുമാറുന്ന മനുഷ്യർ നീ നല്ലതാന്ന് പറഞ്ഞാൽ നീ നല്ലതാ. അള്ളാഹുവേ, സഹോദരിമാരെ, മൂടിയിട്ടേക്കണേൻ്റെ അടുത്തൊന്ന് നെഞ്ചത്തടിച്ച് നൊളവിളിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സുകൊണ്ട് അവൾ പറയണം, പഠിച്ചവനെ ഞാനുമായി സഹകരിച്ച് ജീവിച്ച ഇവൾ എത്ര നല്ല സ്വഭാവക്കാരിയായിരുന്നു അല്ലാഹ്. ഈ നിലയ്ക്ക് ചിന്തിക്കാവുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കണം. അതിന് അല്ലാഹു നമുക്ക് റമളാൻ കാരണമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ.